ബുള്ളറ്റുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെയും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ ടൂൾ കിറ്റിൽ വരുന്ന ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന വർക്കുകൾ പരിചയപ്പെടുത്തുന്ന സീരീസിലെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. ടൂൾ കിറ്റിലെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വണ്ടിയിലെ സ്പാർക്ക് പ്ലഗ് എങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ വണ്ടിയിലെ ടൂൾ കിറ്റിനുള്ളിൽ ഈ കാണുന്ന പോലത്തെ 21-24 ഒരു കോംബോ ബോക്സും ഒരു ചെറിയ ലിവറും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് വണ്ടിയുടെ മെയിൻ പ്ലഗ് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 2 ടൂളാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ബോക്സിന്റെ 21ന്റെ വശം യൂസ് ചെയ്ത് വേണം പ്ലഗ് ഊരിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന പ്ലഗിന്റെ അഡാപ്റ്റർ നമുക്ക് ആദ്യമേ തന്നെ ഊരി മാറ്റേണ്ടതുണ്ട്. ഈ കാണുന്നത് പോലെ അഡാപ്റ്ററിൽ പിടിച്ച് പിറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ പ്ലഗ് ക്ലീൻ ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അഡാപ്റ്ററിന്റെ ടൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പ്ലഗ് ഊരിയെടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് 21ന്റെ ഭാഗം വരുന്ന ബോക്സ് ഈ കാണുന്നത് പോലെ പ്ലഗിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ കാണുന്ന ബോക്സിന്റെ ഹോളിൽ ലിവർ കയറ്റി വേണം നമുക്കിത് ഊരിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഹോൾ വരുന്ന ഭാഗം ഇടതുവശത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ലിവർ കയറ്റി ലെഫ്റ്റിലേക്ക് തിരിച്ച് ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ബോക്സ് ഇട്ടപ്പോൾ കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഹോൾ വന്നിട്ടുണ്ട്. ഇനി ഈ കാണിക്കുന്നത് പോലെ തന്നെ ബോക്സിന്റെ ഹോളിലേക്ക് ലിവർ കയറ്റി ഇടത്തേക്ക് തിരിച്ച് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ലിവർ കൊണ്ട് തിരിച്ച് പ്ലഗ് ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് തിരികെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. പ്ലഗ് ബോക്സ് കറക്റ്റായ രീതിയിൽ തന്നെ ഇട്ട് ലൂസ് ചെയ്യുവാനും ടൈറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്ലഗിന് ഡാമേജ് സംഭവിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്ലഗ് ഇവിടെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടിപ്പ് പരിശോധിക്കാവുന്നതാണ്. പ്ലഗിന്റെ സിംഗിൾ ഇലക്ട്രോഡ് ഗ്യാപ്പ് വരുന്നത് 0.7 to 0.8 mm വരെയാണ്. നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ ഇപ്പോൾ നോർമൽ കമ്പഷൻ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പ്ലഗിന്റെ ടിപ്പിലെ നിറം പരിശോധിക്കാവുന്നതാണ്. ഡാർക്ക് ബ്രൗൺ, ബ്രൗൺ, യെല്ലോ ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ഗ്രേഷ് ബ്രൗൺ ഈ ഒരു നിറങ്ങളിൽ ഏതെങ്കിലുമാണ് വരുന്നതെങ്കിൽ കറണ്ട് റണ്ണിംഗിൽ എഞ്ചിന്റെ അവസ്ഥ നോർമൽ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ കാണുന്ന പോലത്തെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പ്ലഗിന്റെ ടിപ്പും ഇരുവശങ്ങളും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ പയ്യെ ശ്രദ്ധിച്ച് മാത്രമാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. പ്ലഗ് ക്ലീൻ ചെയ്യുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്ലഗ് ക്ലീനർ മെഷീനൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് സർവീസ് സെന്ററുകളിലാണ് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോർമലി വീട്ടിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പ്ലഗിന്റെ ടിപ്പിന്റെ എല്ലാ വശങ്ങളും ഈ കാണിക്കുന്നത് പോലെ തന്നെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കുക. പ്ലഗിന്റെ ടിപ്പിൽ വരുന്ന നിറവ്യത്യാസം നോക്കി എഞ്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ കാണാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പ്ലഗ് നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്ത ശേഷം ഇതുപോലത്തെ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് പ്ലഗിന്റെ ടിപ്പും ഇരുവശങ്ങളിലെയും പൊടിയെല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കേണ്ടതാണ്. നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്ത ശേഷം നമുക്കിത് പഴയ പോലെ തന്നെ തിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം കൈകൊണ്ട് മാത്രം തിരികെ ടൈറ്റ് ചെയ്യുക. ക്രോസ് പിരിയൊന്നും കയറാതെ വളരെ സൂക്ഷിച്ച് വേണം ടൈറ്റ് ചെയ്യേണ്ടത്. കൈകൊണ്ട് എത്രത്തോളം ടൈറ്റ് ആകുമോ അത്രത്തോളം കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റിലേക്ക് തിരിച്ചു വേണം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ കാണിക്കുന്ന പോലെ തന്നെ ബോക്സും ലിവറും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ഇത് ഓവർ ടൈറ്റ് ചെയ്യരുത്. പ്ലഗ് ഒടിഞ്ഞ് അതിനകത്ത് ഇരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പയ്യെ മാത്രം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്ലഗ് അഡാപ്റ്റർ എടുത്ത് പഴയ പോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ കാണിച്ച പോലെ പ്ലഗിലേക്ക് അഡാപ്റ്റർ ഇറക്കി വെച്ച ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.